بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، ما بعد. قال الإمام النجدي رحمه الله: باب من أطاع العلماء والأمراء في تحريم ما أحل الله أو تحليل ما حرم الله فقد اتخذهم أربابا من دون الله. من أطاع العلماء والأمراء, ആരെങ്കിലും പണ്ഡിതന്മാരെയോ ഭരണാധികാരികളെയോ അനുസരിച്ചാൽ, ആരാണോ പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും അനുസരിക്കുന്നത് ഏത് കാര്യത്തിൽ? ഫി തഹ്രീമി മാ ഹല്ലല്ലാഹ്, അല്ലാഹു തആല ഹലാലാക്കിയതിനെ ഹറാമാക്കുന്ന കാര്യത്തിൽ, ഔ തഹ്ലീൽ മാ ഹറമ അല്ലാഹ്, അല്ലാഹു തആല ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും ഉലമാക്കളെയോ പണ്ഡിതന്മാരെയോ ഭരണാധികാരികളെയോ ആരെങ്കിലും അനുസരിച്ചാൽ ഫഖദ് ഇത്തഖദഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, തീർച്ചയായും അവൻ അവരെ അല്ലാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു. وهذا الباب يعتبر الرد على أصحاب التقليد وتحريم التقليد. മുഖല്ലിദീങ്ങൾക്കുള്ള റദ്ദാണ് ഈ ബാബ്, തഖ്ലീദിന്റെ ആളുകൾക്കുള്ള റദ്ദാണ്. وقال ابن عباس رضي الله عنهما: يوشك أن تنزل عليكم حجارة من السماء أقول قال رسول الله صلى الله عليه وسلم وتقولون قال أبو بكر وعمر. ابن عباس رضي الله عنه أثران. ابن عباس رضي الله عنهما ഹജ്ജ് തമത്തു അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സാഹചര്യം, ആ സന്ദർഭത്തിലുള്ള അസറാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് പറയുന്നു: യൂഷിക്കു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമാ, ആകാശത്ത് നിന്ന് നിങ്ങളുടെ മേൽ കല്ല് വർഷിക്കാറായിരിക്കുന്നു. ആ ലഫ്ള് സ്ഥിരപ്പെട്ടതല്ല. വഹാദാ ലം യരിദ് അൻ ഇബ്നു അബ്ബാസ്, അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട ലഫ്ള് അറാക്കും സതഹ്ലകൂൻ, അറാക്കും സതഹ്ലകൂൻ, അഖൂലു ലക്കും ഖാല അല്ലാഹ് ഖാല റസൂലുഹു വതഖൂലൂന ഖാല അബൂബക്കർ വഉമർ. അതാണ് സ്വഹീഹായ ലഫ്ള്. യൂഷിക്കു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമാ, അതെന്തല്ല, സ്ഥിരപ്പെട്ടതല്ല. ആ ലഫ്ള് സ്ഥിരപ്പെട്ടതല്ല. നേരെ മറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടത് അറാക്കും സതഹ്ലകൂൻ അഖൂലു ലക്കും ഖാല അല്ലാഹ് ഖാല റസൂലു തഖൂലൂന ഖാല അബൂബക്കർ വഉമർ. ما قال أبو بكر وعمر تحريم التمتع بالحج أو الأحاديث تأمر بالتمتع. أبو بكر رضي الله عنهم അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും തമത്തു ആയിക്കൊണ്ടുള്ള ഹജ്ജിനെ ഹറാമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ അവർ ഇജ്തിഹാദ് ചെയ്തു. അതായത് തമത്തുവായ ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രം ഖാസായിട്ടുള്ളതാണ്, റസൂലിന്റെ കാലശേഷം ഉള്ളത് അല്ല. നേരെ മറിച്ച് റസൂലിന്റെ കാലത്ത് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ് തമത്തുവായ ഹജ്ജ്. അതായിരുന്നു അവരുടെ ഇജ്തിഹാദ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെയും അതുപോലെ ഉമർ റളിയല്ലാഹുവിന്റെയും ഇജ്തിഹാദ്. അതായിരുന്നു അവരുടെ അഭിപ്രായം. وبهذا قال معاوية وجماعة من الصحابة رضي الله عنهم أن التمتع في الحج كان خاص برسول الله صلى الله عليه وسلم وأصحابه. അതേപോലെ മുആവിയ റളിയല്ലാഹു അൻഹു സഹാബത്തിൽ ഒരു ജമാഅത്തും അവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു. തമത്തുആയ ഹജ്ജ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ സഹാബികൾക്കും പ്രത്യേകമായിട്ടുള്ളതാണ്. അതായിരുന്നു അവരുടെ അഭിപ്രായം. എന്നാൽ സഹീഹായ ഹദീസുകൾ തമത്തുആയ ഹജ്ജിന്റെ കൊണ്ട് അതിനുവേണ്ടി കൽപ്പിക്കുന്ന ഹദീസുകൾ സഹീഹായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്.
قال ولكن خفي عنهم أن رسول الله صلى الله عليه وسلم سئل يا رسول الله التمتع بالحج لعامنا هذا أم لأبد الأبد قال بل لأبد الأبد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, തമത്തുആയ ഹജ്ജ് നമ്മുടെ ഈ വർഷത്തിൽ മാത്രമാണോ അതല്ല എന്നേക്കുമായിക്കൊണ്ടുള്ളതാണോ തമത്തുആയ ഹജ്ജിന്റെ ആ നിയമം? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅബദിൽ അബദ്, അതെന്നേക്കുമാണ്. ഖാല റവാഹു മുസ്ലിം അൻ ജാബിർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെ സ്വഹീഹായ ഹദീസുകൾ തമത്തുആയ ഹജ്ജ് കൊണ്ട് കൽപ്പിക്കുന്ന അത് എന്നേക്കുമുള്ളതാണ്, നേരെ മറിച്ച് റസൂലിന്റെ കാലത്തേക്ക് പ്രത്യേകമായിട്ടുള്ള നിയമമല്ല എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ സ്വഹീഹായിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അറിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവര് ആ കാര്യത്തിൽ ഇജ്തിഹാദ് ചെയ്ത് അങ്ങനെ ഒരു അഭിപ്രായത്തിലെത്തിയത്. وخفي عنهم أيضا أن رسول الله صلى الله عليه وسلم سئل هل عامنا هذا يا رسول الله أهذا خاص بنا فقال لا بل للأمة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ചോദിക്കപ്പെട്ടു, ഈ തമത്തുആയ ഹജ്ജ് എന്നുള്ളത് നമുക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണോ? റസൂൽ പറഞ്ഞു അല്ല, ഉമ്മത്തിന് മൊത്തമായിട്ടും ഉള്ളതാണ്. അങ്ങനെ ചില സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം അവർക്ക് എത്തപ്പെട്ടില്ല. അങ്ങനെ തമത്തുആയിട്ടുള്ള ഹജ്ജിന്റെ ആ ഹുക്മ് അത് റസൂലിന്റെ കാലത്തും സ്വഹാബത്തിന് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണെന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ ഈ പറയുന്ന ബാക്കിയുള്ള ഹദീസുകൾക്ക് എതിരാകുകയും ചെയ്തു. മക്കാന ഇബ്നു അബ്ബാസ് മിമ്മൻ യഖൂൽ ബിത്തമത്തു വകദാലിക ഇബ്നു ഉമർ. എന്നാൽ തമത്തുആയ ഹജ്ജിന്റെ കാര്യത്തിൽ അത് ശർആണ്, അത് ഈ ഉമ്മത്തിന് മൊത്തമുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ് എന്നായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിരുന്നത്. ഹത്താ അന്ന ഇബ്നു ഉമർ ജാഅഹു റജുൽ فقال إن أباك نهى عن التمتع وأنت تقول به. ഒരു വ്യക്തി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ ഉപ്പ അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തമത്തുആയ ഹജ്ജിനെ വിരോധിച്ചു, നീയാണെങ്കിൽ തമത്തുആയ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്? فقال رضي الله عنه أرأيت لو أن أبي قال قولا وقال رسول الله قولا أمر أبي أن حق أن يتبع أما أمر رسول الله صلى الله عليه وسلم. അദ്ദേഹം ചോദിക്കുകയാണ്, എൻ്റെ ഉപ്പ ഒരു അഭിപ്രായം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിൻപറ്റപ്പെടാൻ ഏറ്റവും ഹക്കായിട്ടുള്ളത് എൻ്റെ ഉപ്പയുടെ കൗലാണോ അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൗലാണോ? ഖാല ബൽ അംറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൗലാണ് പിൻപറ്റപ്പെടാൻ ഏറ്റവും ഹക്കായിട്ടുള്ളത്. وهكذا كان الصحابة يتعلمون أنه لا يقلد أحد لأنه ليس هناك معصوم عن الخطأ إلا رسول الله صلى الله عليه وسلم. അങ്ങനെയായിരുന്നു സ്വഹാബികൾ പഠിപ്പിക്കപ്പെട്ടു. ഒരാളെയും തഖ്ലീദ് ചെയ്യാൻ പാടില്ല, കാരണം മഅസൂമായി തെറ്റുകളിൽ നിന്ന് മുക്തരായിക്കൊണ്ട് ഒരാളുമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച്. ഈ ബാബ് മുഖല്ലിദീങ്ങൾക്കുള്ള റദ്ദാണ്. وهذا أيضا يعتبر رد على طائفتين. രണ്ട് കക്ഷികൾക്ക് എതിരായുള്ള ബാബായി കൊണ്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. الطائفة الأولى ഒന്നാമത്തെ കക്ഷികൾ അൽ മുഖല്ലിദ ലിൽ മദാഹിബ്, മദ്ഹബുകളോട് തഖ്ലീദ് കാണിക്കുന്ന വിഭാഗം. سواء مالكية أو غيره هذا رد عليه.
الإحسان والتوفيق. طيب ഒന്നാമത്തെ ത്വായിഫ അൽ മുഖല്ലിദ ലിൽ മദാഹിബ്, മദ്ഹബുകളോട് തഖ്ലീദ് കാണിക്കുന്ന വിഭാഗം ആളുകൾ. മദ്ഹബുകളോട് അന്ധമായി കൊണ്ടുള്ള തഖ്ലീദ്, അത് ഏത് മദ്ഹബാകട്ടെ, ഷാഫി മദ്ഹബാകട്ടെ, ഹംബലി മദ്ഹബാകട്ടെ, ഹനഫി മദ്ഹബാകട്ടെ, മാലിക്കി മദ്ഹബാകട്ടെ, അതല്ലാത്ത ഏത് മദ്ഹബാകട്ടെ, അപ്പം അതിനോടൊക്കെ തഖ്ലീദ് കാണിക്കുന്നവർക്കുള്ള റദ്ദാണ് ഈ ബാബ്. അത്വായിഫ സാനിയ, രണ്ടാമത്തെ ത്വായിഫ അൽ മുഖല്ലിദ ലിൽ അഹ്സാബ്, ഹിസ്ബുകളോട്, സംഘടനകളോട് തഖ്ലീദ് കാണിക്കുന്ന കക്ഷികൾ. അൽ മുഖല്ലിദ ലിൽ അഹ്സാബ് സവാ കാനു അഹ്സാബ് ഫാസിഖ മുബ്തദിഅ, ബിദഅത്തുകാരായിട്ടുള്ള ബിദഅത്തിന്റെ സംഘടനകളാകട്ടെ, ഇനി അതിനേക്കാളും ദലാലത്തിലായിട്ടുള്ള സംഘടനകളാകട്ടെ, ഹിസ്ബുകളാകട്ടെ, കക്ഷികളാകട്ടെ, അപ്പൊ അവർക്കെതിരെയുള്ള റദ്ദാണ് ഈ ബാബ്. ലിഅന്ന ഹൗലാ കുല്ലഹും യുഖല്ലിദൂന ഉനാസൻ ലൈസ ഫീ തഖ്ലീദിഹിം ഹുജ്ജ. ഈ പറയപ്പെടുന്ന സംഘങ്ങളെല്ലാം അവർ വ്യക്തികളെയാണ് പിൻപറ്റുന്നത്, അതേപോലെ തന്നെ ചില സംഘങ്ങളെയാണ് തെളിവില്ലാതെ പിൻപറ്റുന്നത്. അവരുടെ തഖ്ലീദിന് യാതൊരു ഹുജ്ജത്തുമില്ല. എന്താണ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ? തഖ്ലീദിന്റെ താരീഫ് എന്ന് പറയുന്നത് ഹുവ ഇത്തിബാ മൻ ലൈസ ബിഹുജ്ജത്തിൻ ബിലാ ഹുജ്ജ, واتباع من ليس بحجة بلا حجة، واتباع من ليس بحجة بلا حجة. അതിനാണ് തഖ്ലീദ് എന്ന് പറയാ. ഹുജ്ജത്തില്ലാതെ, തെളിവില്ലാത്തതിനെ പിൻപറ്റുക. ഇവിടെ തഖ്ലീദിന്റെ ഈ ബാബ്, തഖ്ലീദ് ഹറാമാണ് എന്നുള്ള തരത്തിൽ ഈ ബാബ് ഇവിടെ കൊണ്ടുവരാൻ, കിതാബ് തൗഹീദിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? കാരണം മുഖല്ലിദീങ്ങൾ, അതായത് തഖ്ലീദ് ചെയ്യുന്ന ആളുകൾ, അവർ വിശ്വസിക്കുന്നത് ആരെയാണ് അവൻ തഖ്ലീദ് ചെയ്യുന്നത്? അവൻ ഒരു കാര്യത്തെ ഹലാലാക്കാനും ഹറാമാക്കാനും അവന് സാധിക്കും, അവൻ അതിനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ്. يعتقد أنه مشرع ولأن الحلال والحرام تشريع وقول العالم هذا سنة وهذا بدعة وهذا حلال وهذا حرام هذا تشريع. ഒരു വ്യക്തി, ഒരു ആലിം പറയാണ് ഇന്നത് സുന്നത്താണ്, ഈ കാര്യം ബിദ്അത്താണ്, അല്ലെങ്കിൽ ഇന്ന സംഗതി ഹലാലാണ്, ഇന്ന സംഗതി ഹറാമാണെന്ന് പറഞ്ഞാൽ അത് തശ്രീഅാണ്, അതേ ശറഅ് ഉണ്ടാക്കലാണ്, നിയമം ദീനിൽ. അപ്പൊ അള്ളാഹുവിന് പുറമെ ഈ ആളുകൾക്ക് അതിന് കഴിയും, അതിനുള്ള അവകാശമുണ്ട് എന്നാണ് ഒരു മുഖല്ലിദ് വിശ്വസിക്കുന്നത്. വത്തശ്രീഉ മിൻ ഹുക്മില്ലാഹി വഹ്ദഹ്, എന്നാൽ തശ്രീഅ് അതായത് നിയമമുണ്ടാക്കൽ, ശറഅ് ഉണ്ടാക്കൽ, അതായത് ദീനിൽ നിയമം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ട ഹുക്കുമാണ്. അതിന് ഹുക്മ് ഖാല ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഹുക്മ് എന്നുള്ളത് അല്ലാഹു തആലക്ക് മാത്രമാണ്. അപ്പോൾ ഒരു ആലിമിനെ തഖ്ലീദ് ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഒരു സഹാബിയെ തഖ്ലീദ് ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഒരു താബിഈനെ തഖ്ലീദ് ചെയ്യുന്നവൻ ഹുജ്ജത്തില്ലാതെ, അവൻ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിന് എതിരാകുന്നവനാണ്. وهذا الباب يعتبر من أهم الأبواب الذي نحتاج إليه في هذه الأزمنة التي إليه طالب العلم في هذه الأزمنة، وهو البعد عن التقليد والبعث عن الدليل والحجة بإخلاص وصدق وصفاء وتجرد. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചൊരു ത്വാലിബ് ഇൽമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ബാബാണ് ഈ ബാബ്, ഈ തഖ്ലീദ് ഹറാമാണെന്നുള്ളത്.
ഒരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം തഖ്ലീദിൽ നിന്ന് അവൻ അകലം പാലിക്കണം. ഒരു ആലിമിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഇമാമിനെയോ അവന് തഖ്ലീദ് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് തെളിവുകൾ അന്വേഷിക്കുക, ഹുജ്ജത്ത് അന്വേഷിക്കുക, ഇഖ്ലാസോടുകൂടി സിദ്ഖോടുകൂടി പക്ഷപാതിത്വം കാണിക്കാതെ. അതാണ് ഒരു ത്വാലിബ് ഇൽമിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. നേരെ മറിച്ച് തഖ്ലീദ് എന്നുള്ളത് പാടില്ല. طيب لا هنا نكتفي بهذا القدر. سبحانك وبحمدك نشهد ان لا اله الا انت استغفرك واتوب اليك. ആദ്യം എന്താ ഹദീസ് പറയാത്ത? വലിയ ആൾക്കാരാണ്. എന്നാ പറ. بسم الله.